നമസ്കാരം. മെച്ചപ്പെട്ട ഭാവിയും ഉയർന്ന ജീവിത നിലവാരവും സ്വപ്നം കണ്ട് യുഎയിലേക്ക് കുടിയേറിയ ആയിരക്കണക്കിന് പ്രവാസികൾ ഇന്നൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാണ്. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി ശമ്പളത്തിൽ കാര്യമായ വർധനവില്ലാത്ത ഈ അവസ്ഥ ഒരു വശത്ത് തുടരുമ്പോൾ മറുവശത്ത് രാജ്യത്തെ ജീവിത ചെലവ്, പ്രത്യേകിച്ച് വാടക 20% വരെ കുതിച്ചുയരുന്നു. ഈ ഇരട്ടപ്രഹരം പ്രവാസികളുടെ പ്രതിമാസ ബജറ്റിനെ താളം തെറ്റിക്കുകയും നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നുണ്ട്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീഷണികളും പ്രാദേശിക തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളും ശമ്പള വർധനവിന് വിദൂര സ്വപ്നമാക്കുന്ന ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പ്രവാസികൾ യു എ വിട്ടുപോകുമോ എന്ന നിർണായക ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. യു എയിലെ ശമ്പള വർധനവില്ലേ? വർഷങ്ങളായി യു എയിൽ ജോലി ചെയ്തു വരുന്ന പ്രവാസികൾക്ക് ശമ്പള വർധനവില്ല എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെ ചർച്ചകൾ സജീവമാവുകയാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഉയർന്ന ശമ്പളവും പ്രതീക്ഷിച്ചാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഈ ഗൾഫ് രാജ്യത്തേക്ക് എത്തുന്നത്. 10 വർഷം മുന്നേ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ യു എ ആണ് മികച്ചതെന്ന് കരുതിയവർ പലരും ഇന്നത് തിരുത്തി പറയുന്നുണ്ട്. കാരണം ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും പ്രാദേശിക തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളും ഒക്കെ സമീപ വർഷങ്ങളിൽ യു എയിലെ ഭൂരിഭാഗം മേഖലകളിലും ശമ്പള വർധനവ് എന്നത് ഒരു സ്വപ്നമായി മാത്രം മാറിയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന ചെലവിനെ യു എയിലെ പ്രവാസികൾ എങ്ങനെയാണ് നേരിടുന്നത്? ഇത്തരമൊരു സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിനെ എങ്ങനെയാണ് യു എയിലെ പ്രവാസികൾ നേരിടുന്നത്? എങ്ങനെയാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നത് ഒരു പ്രധാന ചോദ്യമാണ്. യു എയിലെ ജീവിത ചെലവ്, പ്രത്യേകിച്ച് വാടക, വിദ്യാഭ്യാസം, നികുതി ഇതര ഫീസുകൾ എന്നിവ വർഷം തോറും വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നിരുന്നാലും മിക്ക കമ്പനികളും ജീവനക്കാരുടെ ശമ്പളം കാര്യമായി വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഇതാണ് പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ ഇതിനുള്ള പ്രധാന കാരണം എന്നത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീഷണികളും കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള വിദേശ തൊഴിലാളികളുടെ ലഭ്യതയുമാണ്. ഇത് പ്രവാസികളുടെ ജീവിതത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. കൂടാതെ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവ് കുറയ്ക്കാനും അതുവഴി നാട്ടിലെ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കാനും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട്. ശമ്പള വർധനവില്ലാത്ത ഈ സാഹചര്യത്തിൽ യു എയിലെ പ്രവാസികൾ സാമ്പത്തികമായി അതിജീവിക്കുന്നതിനായി ചില ടിപ്സ് ചിലർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലൊന്ന് വാടകയാണ്. വാടകയ്ക്ക് ഉയർന്ന തുക നൽകേണ്ടി വരുന്നതിനാൽ ഉയർന്ന വാടക ഒഴിവാക്കാൻ പലരും നഗരപ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുമായി താമസ സ്ഥലം പങ്കിടും. അപ്പോഴും ഒരു ചോദ്യം അവിടെയുണ്ട്. ഈ നഗരപ്രദേശത്ത് നിന്ന് ഒരുപാട് അകലെ മാറി താമസിക്കുമ്പോൾ ജോലി സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. യാത്രാ ദുരിതം കൂടും. അതൊരു വലിയ പ്രശ്നമാണ്. എങ്കിലും ഇങ്ങനെ സ്ഥലം മാറി താമസിക്കുന്നത്, അതായത് നഗരപ്രദേശങ്ങളിൽ നിന്ന് കുറഞ്ഞ വാടകയ്ക്ക് വീടുകൾ എടുത്ത് താമസിക്കുന്നത് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുമെന്ന് പറയുന്നവരും ഉണ്ട്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വീട്ടിലേക്ക് എത്തേണ്ടി വരുമ്പോൾ കുടുംബവുമായി ചെലവഴിക്കേണ്ട സമയം കുറയും. രണ്ടാമതായി പറയുന്നത്, സ്വന്തമായി വാഹനം വാങ്ങുന്നതിന് പകരം ചെലവ് കുറയ്ക്കാനായിട്ട് പൊതുഗതാഗത മാർഗങ്ങളെ ആശ്രയിക്കാനാണ്. കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മൂന്നാമതായിട്ട് പറയുന്നത്, റെസ്റ്റോറന്റുകളിലെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ പാചകം ചെയ്യുന്നതാണ്. അതിനാൽ പലചരക്ക് സാധനങ്ങൾ ഓഫറുകളുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മാത്രം വാങ്ങാൻ ശ്രമിക്കുക. കൂടാതെ ഓരോ മാസവും കൃത്യമായി ബജറ്റ് തയ്യാറാക്കി അത് കർശനമായി പാലിക്കുകയും വേണം. ഒപ്പം അത്യാവശ്യമല്ലാത്ത എല്ലാ ചെലവുകളും ഒഴിവാക്കുകയും ചെയ്താൽ ഈ ഉയർന്ന ചിലവ് സംബന്ധിച്ച പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. യു എയുടെ തൊഴിൽ കമ്പോളത്തിൽ പ്രവാസികൾ ഇന്ന് നേരിടുന്ന നിശ്ചലമായ ശമ്പള നിരക്കും കുതിച്ചുയർന്ന ജീവിത ചെലവും, പ്രത്യേകിച്ച് വാടകയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വിലയും രാജ്യത്തെ സാമ്പത്തിക അതിജീവനം ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റിയിരിക്കുന്നു. ഈ പ്രവണത പ്രവാസികളെ സാമ്പത്തികമായി ഞെരുക്കുകയും അവരവരുടെ സമ്പാദ്യത്തെയും നാട്ടിലേക്കുള്ള പണമയക്കലിനെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. എന്തായാലും ഈ വെല്ലുവിളി നേരിടാൻ വ്യക്തിപരമായ സാമ്പത്തിക അച്ചടക്കവും ചെലവ് ചുരുക്കൽ തന്ത്രങ്ങളുമൊക്കെ ആവശ്യമാണ്. എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ പ്രവാസി സമൂഹം യു എയിൽ തുടരണമെങ്കിൽ തൊഴിൽദാതാക്കളും അധികൃതരും ശമ്പള വർധനവ് സംബന്ധിച്ചും ജീവിത ചെലവ് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചും വ്യക്തമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ യു എ ലോകോത്തര തൊഴിൽ കേന്ദ്രം എന്ന നിലയിൽ അതിന്റെ ആകർഷകത്വം നിലനിർത്തുകയുള്ളൂ.